പ്രൈസ് ഗാഡ്. ഇപ്പോൾ കേൾക്കുന്നുണ്ടല്ലോ സൗണ്ട്? ആമേ. ഒരു മൈക്ക് ഞാൻ വെച്ചിരുന്നു, അതിൻ്റെ എന്തോ ഒരു തടസ്സം വന്നതാണ്. ഓക്കെ, ഞാൻ ആ മൈക്ക് അങ്ങ് ഒഴിവാക്കി. പ്രിയമുള്ളവരെ, ഞാൻ സമാധാനത്തെക്കുറിച്ച് പറഞ്ഞു, സന്തോഷത്തെക്കുറിച്ച് പറഞ്ഞു. പലപ്പോഴും ഈ രണ്ട് സംഭവവും നമുക്ക് എപ്പോഴും പ്രാപിപ്പാനോ അനുഭവിപ്പാനോ കഴിയാത്തൊരു കാലഘട്ടം. എന്നാൽ കർത്താവ് ഈ കാര്യത്തിനകത്ത്, കർത്താവിൻ്റെ കാഴ്ചപ്പാട് നമുക്ക് എപ്പോഴും സമാധാനത്തിൽ നമ്മളായിരിക്കണമെന്നും എപ്പോഴും നമ്മൾ സന്തോഷത്തിലായിരിക്കണമെന്നും, കാരാഗ്രഹത്തിൽ കടന്ന വ്യക്തി പോലും എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് പറഞ്ഞാണ് സഭയെ പ്രബോധിപ്പിച്ചത് എന്ന് ഒക്കെ നമുക്ക് കാണുവാൻ കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് അടുത്തൊരു ചോദ്യമാണ്: ഞാൻ നീതിമാനാണെന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? മറ്റാരെയും നോക്കിയിട്ടല്ല, അവരവരെ നോക്കിയിട്ട് ഞാൻ നീതിമാനാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഞാൻ പലപ്പോഴും സഭകളിൽ ഈ ചോദ്യം ചോദിക്കുമ്പോൾ നീതിമാന്മാരാണെന്ന് പൂർണ്ണ ബോധ്യമുള്ളവർ കരങ്ങളെ ഉയർത്തുവാൻ പറഞ്ഞപ്പോൾ വളരെ ചുരുക്കം 1-2 പേർ കരങ്ങളെ ഉയർത്തുന്നത് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട് സാധാരണ പാരമ്പര്യ ചർച്ചകളിൽ. കാരണം ഈ ചോദ്യം ചോദിക്കുമ്പോഴേ അവരുടെ അകത്തൊരു ചിരി വരും. കാരണം പെട്ടെന്ന് അവർ ഓർക്കുന്നത് ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് വചനം പറയുമ്പോൾ പാസ്റ്റർ എങ്ങനെയാ നമുക്ക് നീതിമാനാണ് എന്ന് പറയുന്നത്? ഈ ഒരു ചോദ്യം അവരുടെ അകത്തുനിന്ന് ഉയരാറുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെയാണ് ഈ നീതി എന്ന വിഷയത്തെക്കുറിച്ച് ഒന്ന് നിങ്ങളുമായി എൻ്റെ അകത്തുള്ള വെളിപ്പാട് പങ്കുവെക്കാമെന്ന് വിചാരിക്കുന്നത്. ഒരു പക്ഷേ ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി അറിവുള്ളവരായിരിക്കാം എന്നെ കേൾക്കുന്നത്. ഒരു പക്ഷേ ഈ വിഷയത്തെക്കുറിച്ച് കൺഫ്യൂഷനുള്ള വ്യക്തികളുണ്ടായിരിക്കാം. ഒരു പക്ഷേ ഈ വിഷയത്തെക്കുറിച്ച് ഒട്ടും അറിയാത്ത ആൾക്കാരുണ്ടാകാം. എന്തായാലും ഇന്നും നാളെയും മറ്റന്നാളുമായിട്ടാണ് ഈ വിഷയം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ 3 ദിവസത്തെയും ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കുവാൻ കഴിയുക. അതിനുശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഈ വിഷയത്തെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ നിശ്ചയമായി ചോദിക്കുവാൻ മടിക്കേണ്ട. കാരണം ഈ വിഷയം നമ്മുടെ നിത്യജീവനുമായി കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ നീതിയും നിത്യജീവനും എങ്ങനെയാണ് കണക്റ്റഡ് ആയി തീരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരുന്ന മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ പങ്കുവെക്കുന്നതായിരിക്കും. പ്രിയമുള്ളവരെ, ഒത്തിരി പേരുടെ അകത്തുള്ള മറ്റൊരു കൺഫ്യൂഷനാണ്, ഞാൻ നീതിമാനാണെന്ന് പറയുമ്പോൾ നീതിയും പ്രവൃത്തിയും തമ്മിലുള്ള ബന്ധമെന്ത്? നീതിക്കും പ്രവൃത്തിക്കും തമ്മിലുള്ള ബന്ധമെന്ത്? യാക്കോബിന്റെ ലേഖനത്തിലൊക്കെ പറയുന്നതുപോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വ്യർത്ഥമാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പ്രവൃത്തി, നീതി, ഈ വിഷയം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നിത്യാദി വിഷയങ്ങളൊക്കെ ദൈവം സമയം തരുന്നെങ്കിൽ നിശ്ചയമായിട്ടും നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ അകത്തുള്ള കൺഫ്യൂഷൻസ് എല്ലാം ക്ലിയർ ആകത്തക്ക നിലവാരത്തിൽ ദൈവത്തിന്റെ ആത്മാവ് തന്നെ ഈ കാര്യങ്ങളെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരട്ടെ. നമുക്ക് ആദ്യമായി നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്നുള്ള വാക്കിൽ തുടങ്ങി നമുക്ക് ആരംഭിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, സങ്കീർത്തന പുസ്തകത്തിലും പ്രവചന പുസ്തകങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്ന ചില വാക്യങ്ങളെ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 10 മുതൽ വളരെ വ്യക്തമായി പൗലോസ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. താൻ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് എടുത്ത് കോട്ട് ചെയ്തത് അവിടെ രേഖപ്പെടുത്തിയിട്ട് അതിനെക്കുറിച്ച് തൻ്റെ അഭിപ്രായങ്ങളും തനിക്ക് ലഭിച്ച വെളിപ്പാടുകളും കാഴ്ചപ്പാടുകളും പിന്നീട് താഴോട്ടുള്ള വാക്യങ്ങളിൽ കൂടെ നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ ആ വാക്യങ്ങളൊന്ന് വായിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. റോമൻസ് ചാപ്റ്റർ 3 വേഴ്സസ് 10 onwards. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനും ഇല്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി. നാവ് കൊണ്ട് അവർ ചതിക്കുന്നു, സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെയുണ്ട്. അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. അവരുടെ കാൽ രക്തം ചുരിവാൻ ബന്ധപ്പെടുന്നു. നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട്. സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല. അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയം ഇല്ല.
എന്നിങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. സങ്കീർത്തനത്തിൽ നിന്നും അതുപോലെ തന്നെ യെശയ്യാ പ്രവചനങ്ങളിൽ നിന്നുമുള്ള വാക്യങ്ങളാണ്. സങ്കീർത്തനങ്ങളിൽ തന്നെ 14 അധ്യായത്തിൽ നിന്നുണ്ട്, 140 അധ്യായത്തിൽ നിന്നുണ്ട്, 38 അധ്യായത്തിൽ നിന്നുണ്ട്. അതുപോലെ യെശയ്യാ പ്രവചനം 59 അധ്യായത്തിൽ നിന്നുണ്ട്. ഈ വാക്യങ്ങളെല്ലാം കൂടിയാണ് പൗലോസ് എടുത്ത് ഉദ്ധരിക്കുന്നത്. എന്നിങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. അതിനുശേഷം ഇപ്പോൾ താൻ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ ഇതുവരെ വായിച്ച വാക്യങ്ങൾ പൗലോസ് മറ്റൊരു സ്ഥലത്ത് വന്ന് എടുത്ത് എഴുതിയതാണ്. ഇനിയാണ് എഴുതിയ വ്യക്തി അല്ലെങ്കിൽ എടുത്തുദ്ധരിച്ച വ്യക്തി അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്. താൻ അതിനെ അനുകൂലിക്കുന്നുവോ പ്രതികൂലിക്കുന്നുവോ? ദൈവത്തിന്റെ ജനമേ, പ്രത്യേകിച്ച് ദൈവജനം പഠിക്കുമ്പോൾ ഒരു പ്രധാന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ബൈബിളിൽ കൊട്ടേഷനിൽ ഒരു വാക്ക്, കൊട്ടേഷൻ മാർക്ക് ഇട്ടിട്ട് ഒരു വാക്യം ഉണ്ടെങ്കിൽ അത് പറയുന്നത് എഴുത്തുകാരൻ തന്റെ അഭിപ്രായമല്ല അത് പറഞ്ഞിരിക്കുന്നത്, മറിച്ച് താൻ മറ്റൊരിടത്തുനിന്ന് കോട്ട് ചെയ്തിരിക്കുന്ന വാക്യമാണ്. അമേ. അപ്പൊ പഴയ നിയമ പുസ്തകത്തിൽ നിന്ന് എടുത്ത് ഉദ്ധരിച്ച വാക്യങ്ങളാണ് ഇങ്ങനെ കോട്ട് ചെയ്ത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഇത് വായിക്കുമ്പോൾ തിരിച്ചറിയുക, ഈ പറഞ്ഞ ആ വിഷയത്തെക്കുറിച്ച് പൗലോസ് അല്ലെങ്കിൽ എഴുത്തുകാരൻ എന്താണ് പറയുന്നത്, അതിനെ അനുകൂലിക്കുന്നുണ്ടോ അതോ അതിനെ പ്രതികൂലിച്ചാണോ പറയുന്നത് എന്ന് നമ്മൾ നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ പലപ്പോഴും തെറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ അമ്മാമ്മമാരെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന ഒരു വാക്യമുണ്ട് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്നിങ്ങനെ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ എല്ലാവരും എടുത്ത് പറയുന്ന ഒരു വാക്യമാണ്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർ കൊണ്ട് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്നിങ്ങനെ. പക്ഷെ അടുത്ത വാക്യം ഇങ്ങനെയാണ്, നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനല്ല, ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് താഴോട്ട് പറയുമ്പോൾ വായിക്കുന്നത്. മുകളിലത്തെ വാക്യം മാത്രമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ആ വാക്യം യേസ് ആണ്, പോസിറ്റീവ് ആണെന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ ഉൾക്കൊള്ളുമ്പോൾ താഴെ കാണുന്ന വാക്യവുമായിട്ട് അതിന് സാമ്യമില്ല. കാരണം ന്യായപ്രമാണത്തിൽ അല്ലെ പഴയ നിയമ കാലഘട്ടത്തിൽ കടന്ന വ്യക്തികൾക്കും പുതിയ നിയമത്തിൽ ക്രിസ്തുവിലായ വ്യക്തികൾക്ക് തമ്മിൽ കാതലായ മാറ്റമുണ്ട്. പ്രിയമുള്ളവരെ, പുത്രത്വം എന്ന പദവി പഴയ നിയമത്തിലുള്ള ആർക്കും ലഭിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പുത്രത്വം എന്ന പദവി ക്രിസ്തുവിൽ കൂടെ മാത്രമാണ് വന്നിരിക്കുന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞു പോയി. ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനായിട്ട് ആരുമില്ല എന്ന് വചനം പറയുന്നുണ്ട്. അപ്പോ പഴയ നിയമത്തിനകത്ത് നോക്കുമ്പോൾ അബ്രഹാം തൊട്ട് അല്ലെങ്കിൽ ആദമിന് ശേഷം സകല മനുഷ്യരെ കുറിച്ചും വചനം പറയുന്നു. അത് അബ്രഹാം ആകട്ടെ, നോഹയാകട്ടെ, ഹാനോക്ക് ആകട്ടെ, ഇയ്യോബ് ആകട്ടെ, ഏലിയാവാകട്ടെ, മോശയാകട്ടെ, എലീശയാകട്ടെ, ഇങ്ങനെയുള്ള ഏത് ഭക്തന്മാരെ എടുത്തു നോക്കിയാലും അതിൽ ഏറ്റവും വലിയവൻ യോഹന്നാൻ സ്നാപകനാണ് എന്നാണ് പറയുന്നത്. എന്നാൽ അടുത്തൊരു വാക്യം ഇങ്ങനെയാണ്, എന്നാൽ ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലുതാണ്. നിക്കോദോമസിനോട് യേശു പറഞ്ഞത്, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിനകത്ത് പ്രവേശിപ്പാൻ കഴിയത്തില്ല. അവൻ ചോദിക്കുന്നത്, ഞാൻ വൃദ്ധനായ ശേഷം എങ്ങനെയാ വീണ്ടും ജനിക്കുന്നത്? യേശു പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കപ്പെട്ട് പുതിയ സൃഷ്ടികളായി ദൈവസഭയുടെ അംഗമായി തീർന്നവരാണ്. അവിടെ ക്രിസ്തു നമ്മുടെ തലയാണ്. അങ്ങനെ ക്രിസ്തുവിനായ നമ്മൾ പുതിയ സൃഷ്ടികളാണ്. ആ പുതിയ സൃഷ്ടി സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നൊക്കെ ഫേസ് ലേഖനത്തിൽ വചനം പറയുന്നുണ്ട്. അങ്ങനെ പുതിയ സൃഷ്ടികളായ നമ്മളും പഴയ നിയമത്തിൽ കിടക്കുന്ന ഭക്തന്മാരും തമ്മിൽ പൊസിഷനിൽ വളരെ വ്യത്യാസമുണ്ട്. കാരണം സ്ത്രീകളിൽ ജനിച്ചവരിൽ യോഹന്നാൻ ഏറ്റവും വലുതായി കഴിയുമ്പോൾ ദൈവരാജ്യത്തിനകത്ത് വരുന്ന ഏറ്റവും ചെറിയവൻ യോഹന്നാനേക്കാൾ വലുതായി വരുന്നു. അതെങ്ങനെ? പുത്രത്വം എന്ന കാര്യത്തിനകത്ത്. ഞാൻ ഈ നീതി എന്ന വിഷയം പറയുമ്പോൾ ഇതിനകത്ത് പ്രിയമുള്ളവരെ, പുത്രത്വം എന്നൊരു വിഷയം പഠിപ്പിച്ചതിന് ശേഷം വേണം വാസ്തവത്തിൽ നീതി എന്ന വിഷയം പഠിപ്പിക്കേണ്ടത്. എന്നാൽ പുത്രത്വം എന്ന വിഷയം മറ്റൊരു സമയത്തേക്ക് ഞാൻ ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ മറ്റൊരു സമയം ദൈവം നൽകി തന്നാൽ അത് പഠിപ്പിക്കുന്നതായിരിക്കും. എന്നാൽ ഞാനിപ്പോൾ ഇടയ്ക്ക് വന്ന അതുകൊണ്ട് ഒരുപക്ഷെ പല കൺഫ്യൂഷൻസും വരാൻ സാധ്യതയുണ്ട് ചിലർക്ക്. കാരണം ചില ആൾക്കാർക്ക് ദൈവവചനത്തിൽ അഗാധമായ പാണ്ഡിത്യമുണ്ട്, ചിലർക്ക് ബേസിക് ലെവലിൽ കിടക്കുന്ന ശിഷ്യത്വത്തിൽ കിടക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും കണ്ടു വേണം നമുക്ക് സംസാരിപ്പാൻ. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത്, ഹല്ലേലൂയ,
ഈ കൊട്ടേഷനിൽ കിടക്കുന്ന വാക്യം തന്റെ അഭിപ്രായമല്ല, താൻ സങ്കീർത്തനത്തിൽ നിന്നും യെശയ്യാ പ്രവചനത്തിൽ നിന്നും എടുത്ത് ഉദ്ധരിച്ചാണ് താൻ എഴുതിയിരിക്കുന്നത്. ഇനി അടുത്ത വാക്യം വായിക്കുന്നത് റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ 19-ാം വാക്യം തൊട്ട് വായിക്കുന്നത് ഇങ്ങനെയാണ്: ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരോട് പ്രസ്താവിക്കുന്നുവെന്ന് നാം അറിയുന്നു. ന്യായപ്രമാണത്തിൽ നിന്നുള്ള കാര്യമാണ് താൻ എടുത്ത് ഉദ്ധരിക്കുന്നത്. എന്നിട്ട് പറയുന്നു, ന്യായപ്രമാണം പറയുന്നതെല്ലാം ആരോടാ സംസാരിക്കുന്നത്? ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരോടാണ് സംസാരിക്കുന്നതെന്ന്. അന്നേരമാണ് ഒരു ചോദ്യം വരുന്നത്, നമ്മൾ ന്യായപ്രമാണത്തിന് കീഴിലാണോ? ആമേൻ. നമ്മൾ പ്രൈസ് ഗാഡ്, ഇടയ്ക്കിടയ്ക്ക് ഒരു കോള് വരുന്നത് കൊണ്ട് ഇടയ്ക്ക് കട്ടാകുന്നുണ്ട്. ആമേൻ. നമ്മൾ ന്യായപ്രമാണത്തിന് കീഴിലാണോ എന്നൊരു ചോദ്യം. പ്രിയമുള്ളവരെ, ഇതിനകത്ത് ഒരു കാര്യം ഞാൻ കാണിച്ചിട്ട് ഞാൻ ന്യായപ്രമാണത്തിന്റെ കീഴിലാണോ അല്ലയോ എന്ന് ഞാൻ കാണിപ്പാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പറയുന്നില്ലേ നീതിമാൻ ആരുമില്ല എന്ന്, ഒരുത്തൻ പോലുമില്ല എന്ന്? വാസ്തവത്തിൽ നീതിമാന്മാർ ആരുമില്ലേ ബൈബിളിൽ, പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ? ദാവീദ് പറഞ്ഞു നീതിമാൻ ആരുമില്ല. എന്നിട്ട് ഇവിടെ പറയുന്നു ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരോട് പ്രസ്താവിക്കുന്നു. അന്നേരം ചോദ്യമാണ്, നീതിമാന്മാർ ആരുമില്ലേ? എത്രയോ നീതിമാന്മാരെ ബൈബിൾ പറയുന്നുണ്ട്. ഹാബേൽ നീതിമാനല്ലേ? ഹാനോക്ക് നീതിമാനല്ലേ? നോഹ നീതിമാനല്ലേ? അബ്രഹാം നീതിമാനല്ലേ? ഇയ്യോ നീതിമാനല്ലേ? അപ്പൊ ഈ പറഞ്ഞ പ്രിയപ്പെട്ടവരെല്ലാം നീതിമാന്മാരായിരിക്കെ ദാവീദിന് എങ്ങനെ പറയാൻ പറ്റി നീതിമാൻ ആരുമില്ല എന്ന്? അപ്പൊ ദാവീദ് പറഞ്ഞത് കള്ളമാണോ? അല്ല, ദാവീദ് പറഞ്ഞത് 100% ശരിയാണ്. അപ്പോൾ പിന്നെ ഈ നീതിമാന്മാരോ? അവിടെയാണ് ഈ പറയപ്പെട്ട നീതിമാന്മാർ ആരും ജീവിച്ചത് ന്യായപ്രമാണത്തിന് കീഴിലല്ല. ഇവരെല്ലാം ജീവിച്ചത് ന്യായപ്രമാണം വരുന്നതിന് മുമ്പെയാണ്. ന്യായപ്രമാണം മോശ മുഖാന്തരമാണ് വന്നത്. ഈ പറഞ്ഞ ഹാബേലും ഹാനോക്കും നോഹയും അബ്രഹാമും ഇയ്യോബും ഒക്കെ മോശ ജനിക്കുന്നതിന് മുമ്പുള്ളവരാണ്. പ്രിയമുള്ളവരെ, ന്യായപ്രമാണത്തിന്റെ കീഴിലാണ് നീതിമാന്മാരായിട്ട് ആരും ഉണ്ടാകാഞ്ഞത്. എന്നാൽ ന്യായപ്രമാണം വരുന്നതിന് മുമ്പേ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, പ്രത്യേകിച്ച് റോമാലേഖനം 2-ാം അധ്യായം വായിക്കുമ്പോൾ കാണുന്നത് മനസ്സാക്ഷി പ്രമാണത്തെ കുറിച്ചാണ്. ദൈവം ആദം പാപം ചെയ്തതിനു ശേഷം ദൈവത്തിന്റെ ആത്മാവ് അവന് നഷ്ടമാകുകയും പിന്നെ അവന്റെ ദേഹ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തപ്പോൾ ദൈവം ഏതിൽ നിന്ന് ആദത്തെ പുറത്താക്കി. പിന്നീട് ഉള്ള സകല മനുഷ്യരും ജീവിച്ചത് അവരുടെ അകത്തുള്ളതായ മനസ്സാക്ഷിയുടെ പ്രമാണപ്രകാരമാണ്. അതുകൊണ്ടാണ് ആ പ്രമാണപ്രകാരം ജീവിച്ചവരെ മനസ്സാക്ഷിയുടെ പ്രമാണപ്രകാരം ന്യായം വിധിക്കുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത്. അന്നത്തെ കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ടതോ വാക്കാൽ പറയപ്പെട്ടതോ ആയ നിയമങ്ങൾ ഇല്ല സമൂഹത്തിന് ആചരിക്കേണ്ടത്. ആ കാലഘട്ടങ്ങളിൽ അവരുടെ മനസ്സാക്ഷി തന്നെയാണ് അവരെ കുറ്റം വിധിച്ചത്. അങ്ങനെ ആ കാലഘട്ടങ്ങളിൽ ജീവിച്ച ഭക്തന്മാർ വിശ്വാസത്താൽ നീതിമാന്മാരായി തീർന്നതിനെ കുറിച്ചാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അബ്രഹാമൊക്കെ വിശ്വാസത്താലാണ് നീതിമാന്മാരായി തീർന്നത് എന്ന് വചനം കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ന്യായപ്രമാണം ലഭിച്ചതിന് ശേഷം യാക്കോബിന്റെ ലേഖനത്തിനകത്ത് 2-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ മുഴുവൻ ന്യായപ്രമാണവും അനുസരിച്ച് നടന്നാലും അവൻ ഏതെങ്കിലും ഒന്നിൽ തെറ്റിയാൽ അവൻ മുഴുവൻ ന്യായപ്രമാണത്തിനും ലംഘിയായി തീരുമെന്ന് കാണുവാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ഒത്തിരി അങ്ങ് പോകേണ്ടി വരും. കാരണം അവിടെ ചോദ്യം വരുന്നുണ്ട്, എന്തുകൊണ്ടാണ് ന്യായപ്രമാണത്തിലുള്ള വ്യക്തികൾക്ക് നീതിമാന്മാരായി തീരാൻ കഴിയാതെ പോയത്? നമുക്കറിയാം 10 കൽപ്പനകൾ. അതിൽ 4 കൽപ്പന ദൈവമായിട്ട് ബന്ധപ്പെട്ടത്, 6 കൽപ്പന മനുഷ്യനുമായി ബന്ധപ്പെട്ടത്. ആ 4 കൽപ്പനയും ഈ 6 കൽപ്പന കൂടിയ 10 കൽപ്പനയിൽ ഏതെങ്കിലും ഒന്ന് തെറ്റിച്ചാൽ, പ്രിയമുള്ളവരെ, ശിക്ഷയെക്കുറിച്ചുള്ള ഭയം അവരെ ഒരു പരിധിവരെ പാപത്തിൽ നിന്ന് അവരെ പിന്നോട്ട് വലിച്ചു. നമുക്കറിയാം 10 കൽപ്പനകൾ. നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കില്ല, ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കരുത്, ദൈവത്തിന്റെ നാമം വൃഥാ ഉപയോഗിക്കരുത്, ശബത്തിനെ ആചരിക്കണം. ഇങ്ങനെയുള്ള 4 കാര്യങ്ങൾ ദൈവമായിട്ട് ബന്ധപ്പെട്ടത്. പിന്നീടുള്ളതായ 6 കാര്യങ്ങൾ, അപ്പനെ അമ്മയെ ബഹുമാനിക്കണം, മോഷ്ടിക്കരുത്, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, കള്ളസാക്ഷ്യം പറയരുത്, മോഹിക്കരുത് എന്നിങ്ങനെ 6 കൂട്ടം കാര്യങ്ങൾ.
ഈ 10 കൽപ്പനകളിൽ 9 കൽപ്പനകൾ ഭാഗികമാണ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഈ കൽപ്പന ലംഘിച്ചാൽ ആരെങ്കിലും കണ്ടുപിടിച്ചാൽ ശിക്ഷയുണ്ട്. അങ്ങനെ മനുഷ്യനെ പേടിച്ചിട്ട് ഒരു പരിധി വരെ ഈ കൽപ്പനകളെല്ലാം അനുസരിച്ചു. എന്നാൽ അവസാനത്തെ ഒരു കൽപ്പന ഇങ്ങനെ പറഞ്ഞു, മോഹിക്കരുത്. അത് ആന്തരികമായിരുന്നു. പ്രിയമുള്ളവരെ, മോഹിച്ചതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട ഒരു ചരിത്രം ബൈബിളിൽ കാണുന്നില്ല. ആമേൻ. അതിന് പഴയ നിയമത്തിൽ ആരെയും ശിക്ഷിച്ചതായിട്ട് കാണാൻ കഴിയുന്നത്. കാരണം മോഹം അകത്തുണ്ടാകുന്ന ഒരു വികാരമാണ്. ആ വികാരം പ്രവൃത്തിയായി വരുമ്പോൾ മാത്രമാണ് പാപമായി തീരും നമുക്ക്. എന്നാൽ വചനം പറയുന്നു മോഹിച്ചാൽ പാപിയാണ്. അത് പഴയ നിയമത്തിലുള്ള പാപമാണ്. പുതിയ നിയമത്തിനകത്ത് മാറ്റമില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, മോഹിക്കരുത് എന്ന കൽപ്പന പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയത്തില്ലായിരുന്നു. കൽപ്പനയോ എന്നിൽ സകലവിധ അതെ ആ മോഹത്തെ ജനിപ്പിച്ചു. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് പറയുവാൻ. ന്യായപ്രമാണം സംബന്ധിച്ച് അനിന്ദ്യനാണെന്ന് ഫിലിപ്പി ലേഖനത്തിൽ പറഞ്ഞ വ്യക്തിയാണ് റോമാലേഖനം എഴുതിയപ്പോൾ മോഹം എന്ന വിഷയത്തെക്കുറിച്ചുള്ള വെളിപ്പാട് കിട്ടിയപ്പോൾ താൻ പാപിയാണെന്നുള്ള ബോധ്യത്തിലേക്ക് താൻ വരുവാനിടയായത്. അങ്ങനെ നോക്കിയാൽ ദൈവജനം പറയുന്നു, ന്യായപ്രമാണത്തിന്റെ കീഴിൽ ഒരുവന് പോലും നീതിമാനായി തീരുവാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറഞ്ഞു, ന്യായപ്രമാണത്തിന്റെ കുഴപ്പമായിരുന്നില്ല, ജഡത്തിന്റെ ബലഹീനതയായിരുന്നു അതിന് കാരണം. അതുകൊണ്ട് റോമാലേഖനം 8-ാം അധ്യായം 3-ാം വാക്യത്തോട്ട് വായിക്കുമ്പോൾ കാണുന്നത്, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതിനെ സാധിപ്പിപ്പാൻ യേശു പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തം ഈ ഭൂമിയിലേക്ക് വന്ന് പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ച് ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മളിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ എന്ന് വചനം പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഇവിടെ ഞാനതിനെ നിർത്തുക. കാരണം അധികം വിശദീകരിച്ച് പോയി കഴിഞ്ഞാൽ ഈ 3 ദിവസം കൊണ്ട് ഈ ടോപ്പിക് തീരത്തില്ല. ഞാൻ അങ്ങ് ആരംഭിച്ചതേ ഉള്ളൂ, എവിടം കൊണ്ട് അവസാനിക്കും എന്ന് എനിക്കും അറിയത്തില്ല. ഒരു 45 മിനിറ്റ്സ് എന്നൊക്കെയാണ് ഞങ്ങൾ സംസാരിച്ച് വെച്ചിരിക്കുന്നത് ഈ ക്ലാസ്. പക്ഷേ ഇതിങ്ങനെ നീണ്ടുപോകും. പ്രിയമുള്ളവരെ, ഞാൻ ന്യായപ്രമാണത്തെ ഒന്ന് തൊട്ടിട്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. നമ്മൾ ന്യായപ്രമാണത്തിന് കീഴിലാണോ അല്ലയോ? ന്യായപ്രമാണത്തിന് നമ്മുടെ മേൽ സ്വാധീനമുണ്ടോ? ന്യായപ്രമാണം ഇപ്പോൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് നമ്മളുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നിത്യാദി ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഒന്ന് ചിന്തിക്കാൻ പോകുന്നത്. അതിനുശേഷം വേഗത്തിൽ നമുക്ക് മടങ്ങി വരാം. പല ആൾക്കാരുടെ ഭാഗത്തുള്ള കൺഫ്യൂഷനാണ്, ഞാൻ ന്യായപ്രമാണം അനുസരിക്കണമോ, അത് പുതിയ നിയമത്തിലുള്ള കൃപയുടെ പ്രമാണമാണോ, അതോ ആത്മാവിന്റെ പ്രമാണമാണോ, എന്താണ് ഈ പുതിയ നിയമം? അതുപോലെ തന്നെ ഈ ന്യായപ്രമാണം ഇപ്പോൾ ഉണ്ടെങ്കിൽ അത് എന്നെ എങ്ങനെ സ്വാധീനിക്കുന്നു, അത് ഞാൻ അനുസരിച്ചില്ലെങ്കിൽ എനിക്ക് എങ്ങനെയാണ് എൻ്റെ പ്രശ്നമുണ്ടാകുന്നത്, ശിക്ഷാവിധി ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് എനിക്ക് അനുസരിക്കാൻ പറ്റുന്നത്? ഒത്തിരി കാര്യങ്ങൾ നമുക്കറിയാം. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ വന്നത്. ന്യായപ്രമാണം ഡിമാൻഡ് ചെയ്ത കൽപ്പനകൾ അല്ലെങ്കിൽ 10 കൽപ്പനകൾക്കകത്ത് ഒരു മാറ്റവുമില്ല. അത് പഴയ നിയമത്തിനകത്തും പുതിയ നിയമത്തിനകത്തും ഒക്കെ നമുക്കത് കാണാൻ കഴിയും. കൽപ്പനകൾക്ക് ഒരു മാറ്റവുമില്ല. പിന്നെ ന്യായപ്രമാണം ഡിമാൻഡ് ചെയ്ത പ്രവൃത്തികൾ, കർമ്മമാർഗങ്ങൾക്ക് മാറ്റമുണ്ട് എന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയും. എന്നാലും ന്യായപ്രമാണം എന്ന വിഷയത്തെക്കുറിച്ച് ബൈബിൾ എന്ത് പറയുന്നു നമുക്ക് നോക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം വായിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ കഴിയുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം. സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്. മനുഷ്യൻ ജീവനോടിരിക്കും കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരം ഉണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇവിടെ ഒരു ചോദ്യമാണ് കേട്ടോ. ന്യായപ്രമാണം അറിയുന്നവരോടാണ് ഈ പൗലോസ് സംസാരിക്കുന്നത്. മനുഷ്യൻ ജീവനോടിരിക്കും കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയുന്നില്ലയോ? ഒരു ചോദ്യം. അപ്പൊ ആ ചോദ്യത്തിന് ഉത്തരം ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഫീൽ ആകുന്നത്. എന്നാൽ താഴോട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ചോദ്യത്തിനുള്ള മറുപടി ചോദ്യകർത്താവ് തന്നെ തന്നിരിക്കുന്നു. ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ 10 ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷന്റേതായാൽ വ്യഭിചാരിണി എന്ന പേർ വരും. ഭർത്താവ് മരിച്ചുവെങ്കിലോ അവൾ വേറെ പുരുഷന്റേതായാൽ വ്യഭിചാരിണി എന്ന് വരാതെ വണ്ണം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രയാകുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന്റെ ഫലം കൈപ്പാൻ മരിച്ചിട്ട് ഉയരത്തിനേറ്റവനായ വേറൊരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്തിൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കഴിക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നു. ഇപ്പോഴോ നമ്മെ അടക്കിയിരുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന്
നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. ഞാൻ ഇങ്ങനെ വായിച്ചാൽ ചിലർക്കൊന്നും ഒന്നും പിടികിട്ടത്തില്ല. അതുകൊണ്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അവിടുത്തെ ആദ്യത്തെ ചോദ്യം, മനുഷ്യൻ ജീവനോടിരിക്കും കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? എന്നിട്ട് പറയുന്നു അടുത്തത്, ഇവിടെ ഒരു സ്ത്രീയെക്കുറിച്ചും രണ്ട് പുരുഷന്മാരെക്കുറിച്ചുമുള്ള ഒരു ഉപമ പറയുകയാണ്. സാധാരണയായി വിവാഹ വേദികളിലൊക്കെ ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. എന്നാൽ ഇത് വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടല്ല. ഇത് ന്യായപ്രമാണത്തെക്കുറിച്ചും പുതിയ നിയമത്തിന്റെ പ്രമാണത്തെക്കുറിച്ചും ഉള്ള ഒരു വലിയ ഡീപ്പായിട്ടുള്ള ഒരു വെളിപ്പാടാണ് പൗലോസ് ഇവിടെ കൈമാറുന്നത്. പ്രിയമുള്ളവരെ, അവിടെ എഴുതി വച്ചിരിക്കുകയാണ്, ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ആമേൻ. ഭർത്താവ് മരിച്ചാൽ അവൾ ഭർത്തൃ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായിരിക്കുന്നു. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷന്റേതായാൽ വ്യഭിചാരിണി എന്ന് പേർ വരും. ഭർത്താവ് മരിച്ചുവെങ്കിലോ അവൾ വേറെ പുരുഷന്റേതായാൽ വ്യഭിചാരിണി എന്ന് വരാതെ വണ്ണം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രയാകുന്നു. ഇപ്പോഴും കൺഫ്യൂഷനാണ്. ആമേൻ. ഇനി എന്റേതായ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ഒരു സ്ത്രീ, രണ്ട് പുരുഷന്മാർ. ഈ സ്ത്രീ വിവാഹിതയാണ്. ഓക്കെ. പക്ഷേ ആ വിവാഹ ജീവിതത്തിൽ അവൾ ഹാപ്പി അല്ല. കാരണം ഈ സ്ത്രീ തന്നെ വേണം എല്ലാ പണിയും വീട്ടിൽ ചെയ്യാൻ. അവൾ പോയി മാർക്കറ്റിൽ പോയി സാധനം വാങ്ങിക്കണം, ഭക്ഷണം ഉണ്ടാക്കണം, അതുപോലെ തന്നെ എനക്കണം, എല്ലാം ചെയ്യേണ്ടത് ഈ സ്ത്രീ തന്നെ. ഭർത്താവ് ഒരു സഹായവും ചെയ്യത്തില്ല. എല്ലാം കൽപ്പനയാണ്. അതെടുത്തോണ്ട് പോവാ, ഇതെടുത്തോണ്ട് പോവാ, അവിടെ പോ, ഇവിടെ പോ, അത് ചെയ്യ്, ഇത് ചെയ്യ് എന്നിങ്ങനെ പറയുന്നതല്ലാതെ വലിയ സഹായമൊന്നും കിട്ടുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ആ സ്ത്രീ വളരെ ഫെഡപ്പായി ഈ ജീവിതത്തിൽ. അങ്ങനെ ഒരിക്കൽ താൻ ഒരു മാർക്കറ്റിൽ പോയപ്പോൾ താൻ മറ്റൊരു പുരുഷനെ കാണുകയാണ്. ആ പുരുഷനെ കണ്ടപ്പോഴേ ആ സ്ത്രീക്ക് തോന്നി, ഇതെന്റെ സ്വപ്ന പുരുഷൻ, ഇദ്ദേഹത്തെ വിവാഹം കഴിച്ചാൽ കൊള്ളാമായിരുന്നു. തൻ്റെ ആ ആഗ്രഹം അവൾ മറച്ചു വെച്ചില്ല. അത് നേരെ ആ പുരുഷന്റെ അടുത്ത് ചെന്നിച്ച് പറയുന്നു, എനിക്ക് താങ്കളെ വിവാഹം കഴിക്കണം. അമേ. ഓർക്കണം, ഓൾറെഡി ഈ സ്ത്രീ ഒരാളുടെ ഭാര്യയാണ്, തനിക്കൊരു ഭർത്താവുണ്ട്. ആ ഭർത്താവുള്ള സ്ത്രീയാണ് ഇപ്പോൾ രണ്ടാമത്തെ പുരുഷനെ കണ്ടിട്ട് പറയുന്നു, താങ്കളെ വിവാഹം കഴിക്കണം. അപ്പൊ രണ്ടാമത്തെ വ്യക്തി പറഞ്ഞു, ഓക്കെ, ഞാൻ നിന്നെ വിവാഹം കഴിക്കാം, പക്ഷെ എനിക്കൊരു കാര്യം അറിയാനുണ്ട്, നീ വിവാഹിതയാണോ? ആ സ്ത്രീ പറഞ്ഞു, അതെ, ഞാൻ വിവാഹിതയാണ്. ഉടനെ രണ്ടാമത്തെ പുരുഷൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ പറ്റത്തില്ല. ഞാൻ നിന്നെ വിവാഹം കഴിച്ചാൽ നിന്നെ വ്യഭിചാരിണി എന്ന് ലോകം വിളിക്കും. കാരണം നിനക്ക് ഓൾറെഡി ഒരു ഭർത്താവുണ്ട്. അപ്പോ ഈ സ്ത്രീക്ക് പിന്നെയും ഒരു ആഗ്രഹം, ആ പുരുഷനെ വിട്ടുകളയാൻ താല്പര്യമില്ല. അപ്പൊ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളെ എങ്ങനെയാണ് വിവാഹം കഴിക്കാൻ പറ്റുന്നത്? രണ്ടാമത്തെ പുരുഷൻ പറഞ്ഞു, നിന്റെ ഭർത്താവ് മരിക്കട്ടെ. നിന്റെ ഭർത്താവ് മരിച്ചാൽ നീ ഭർത്തൃ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി. പിന്നെ ഞാൻ നിന്നെ വിവാഹം കഴിച്ചാൽ വ്യഭിചാരിണി എന്ന് പേർ വരാതെ വണ്ണം നീ ഭർത്തൃ ന്യായപ്രമാണത്തിൽ ഒഴിവുള്ളവളായിരിക്കുകയാണ്. ആരും നിന്നെ വ്യഭിചാരിണി വിളിക്കത്തില്ല. എനിക്ക് നിന്നെ വിവാഹം കഴിക്കാം. ഉടനെ ഈ സ്ത്രീക്ക് ആകാംക്ഷയായി. ആ സ്ത്രീ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ എൻ്റെ ഭർത്താവ് എപ്പോൾ മരിക്കും? പ്രിയമുള്ളവരെ, ആ സ്ത്രീയുടെ ആഗ്രഹമാണ്, എൻ്റെ ഭർത്താവ് എപ്പോൾ മരിക്കും? ഉടനെ ആ രണ്ടാമത്തെ പുരുഷൻ ചോദിച്ചു, നിന്റെ ഭർത്താവിന്റെ പേരെന്താ? ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ ഭർത്താവിന്റെ പേര് ന്യായപ്രമാണമെന്ന. ന്യായപ്രമാണമാണ് തൻ്റെ ഭർത്താവ്. നമുക്കറിയാം, സീനായി മലയിൽ നിന്നുണ്ടായ പ്രമാണം 10 കൽപ്പനയും അതിനോടനുബന്ധിച്ചുള്ള ഏകദേശം 613 ഉപപ്രമാണങ്ങളും അടങ്ങിയ ന്യായപ്രമാണം മനുഷ്യന്റെ കയ്യിൽ കൊടുത്തപ്പോ ഒരു മനുഷ്യൻ തനിയെ വായിച്ച് അല്ലെങ്കിൽ കേട്ട് അവനത് ഹൃദ്യസ്ഥമാക്കി തൻ്റെ പ്രാവർത്തിക മേഖലയിൽ അല്ലെങ്കിൽ പ്രവൃത്തി മണ്ഡലത്തിൽ അത് കൊണ്ടുവന്ന് ആ പ്രവൃത്തി ചെയ്താൽ അവൻ അനുഗ്രഹിക്കപ്പെടും, പ്രവർത്തിച്ചില്ലെങ്കിൽ അവന് ശാപമാണ്. അവന്റെ സ്വന്തം ബലത്തിലാണ് അവൻ ആശ്രയിക്കുന്നത് അത് ചെയ്തെടുക്കുവാൻ. അവിടെ ഒരു സഹായകനില്ലായിരുന്നു. നമുക്കറിയാം, യിരെമ്യാ പ്രവചനം വായിക്കുമ്പോഴൊക്കെ, ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവൾ എൻ്റെ പ്രമാണത്തിൽ നിന്നില്ല. അവിടെ പ്രമാണത്തെയാണ് ഭർത്താവ് എന്ന വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ ചോദ്യം ഇതാണ്, നിന്റെ ഭർത്താവ് എപ്പോൾ മരിക്കും? നിന്റെ ഭർത്താവ് മരിച്ചാൽ എനിക്ക് ഇതിന് വിവാഹം കഴിക്കാം.
പക്ഷെ ഭർത്താവ് ന്യായപ്രമാണമാണെന്ന് അറിഞ്ഞപ്പോ ഈ രണ്ടാമത്തെ വ്യക്തി പറയാണ്, നിന്റെ ഭർത്താവ് ഒരിക്കലും മരിക്കത്തില്ല. ഹലോ, ടോട്ടൽ കൺഫ്യൂഷൻ. അതായത് ഈ സ്ത്രീക്ക് ഈ പുരുഷനെ വിവാഹം കഴിക്കണം. ആ രണ്ടാമത്തെ പുരുഷൻ പറയുന്നു, നിന്റെ ഭർത്താവ് മരിച്ചാൽ ഞാൻ നിന്നെ വിവാഹം കഴിക്കാം. കാരണം ഭർത്താവ് മരിച്ചില്ല എങ്കിൽ അവൻ ജീവനോടുള്ളപ്പോൾ നീ വീണ്ടും വിവാഹം കഴിച്ചാൽ നീ വ്യഭിചാരിണിന്റെ പേർ വരും. നീ വ്യഭിചാരിണിന്റെ പേർ വരാതിരിക്കണമെങ്കിൽ നിന്റെ ഭർത്താവ് മരിക്കട്ടെ, ഞാൻ നിന്നെ വിവാഹം കഴിക്കാം. അപ്പൊ ഈ സ്ത്രീയുടെ ചോദ്യം, എന്റെ ഭർത്താവ് എപ്പോൾ മരിക്കും? അന്നേരമാണ്, നിന്റെ ഭർത്താവിന്റെ പേരെന്ത്? എന്റെ ഭർത്താവിന്റെ പേര് ന്യായപ്രമാണം. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്നവൻ, നിങ്ങൾ യഹൂദനാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു ഇസ്രയേലിനാണെങ്കിൽ നിങ്ങൾ ജനിച്ചു വീഴ്ത്തപ്പെട്ടത് ന്യായപ്രമാണത്തിന്റെ കീഴിലാണ്. മറിച്ച് നിങ്ങളൊരു ജാതീയനാണെങ്കിൽ നിങ്ങളെല്ലാം ജനിച്ചു വീണത് മനസ്സാക്ഷിയുടെ പ്രമാണത്തിലാണ്. ന്യായപ്രമാണം ഇസ്രയേലിനുള്ളതാണ്. അന്നേരവും ജാതികളുണ്ട്. അപ്പൊ ജാതികൾക്കുണ്ടായിരുന്നത് മനസ്സാക്ഷിയുടെ പ്രമാണമായിരുന്നു. ജാതികൾക്ക് മനസ്സാക്ഷിയുടെ പ്രമാണവും ഇസ്രയേലിന് ന്യായപ്രമാണവുമായിരുന്നു. അപ്പോ ഒരു യഹൂദനായിട്ടാണ് അല്ലെ ഇസ്രയേലിനായിട്ടാണ് നീ ജനിക്കുന്നതെങ്കിൽ നീ ജനിച്ചു വീണത് ഒരു ന്യായപ്രമാണത്തിന്റെ കീഴിലോ, ഇനി ജാതീയനാണെങ്കിൽ മനസ്സാക്ഷിയുടെ പ്രമാണത്തിന്റെ കീഴിലോ ആണ്. ഇനി ഈ രണ്ട് ഭർത്താക്കന്മാരും, നീ ജാതീയനാണെങ്കിൽ നിന്റെ ഭർത്താവ് മനസ്സാക്ഷിയാണ്, ഇസ്രയേലിനാണെങ്കിൽ ഭർത്താവ് ന്യായപ്രമാണമാണ്. അപ്പോ ഇത് രണ്ടും മരിക്കുന്നില്ല, ഇത് രണ്ടും മരിക്കത്തില്ല. ആകാശം മാറിയാലും ഭൂമി മാറിയാലും ന്യായപ്രമാണത്തില് വള്ളിയോ പുള്ളിയോ മാറത്തില്ല. അത് സ്വർഗത്തിലും ഭൂമിയിലും സ്ഥിരമാ. പ്രിയമുള്ളവരെ, ന്യായപ്രമാണമുണ്ട്, അതിന് മരണമില്ല. മനസ്സാക്ഷിയുടെ പ്രമാണമുണ്ട്, ന്യായപ്രമാണമുണ്ട്. ഈ രണ്ട് പ്രമാണവും ഉള്ളപ്പോ ഈ സ്ത്രീക്ക് ഈ പുരുഷനെ വിവാഹം കഴിക്കണം. ആ പുരുഷൻ പറഞ്ഞു, നിന്റെ ഭർത്താവ് മരിക്കട്ടെ, പക്ഷേ ന്യായപ്രമാണമാണ്, മനസ്സാക്ഷിയുടെ പ്രമാണമാണ് ഭർത്താവ് എന്ന് തിരിച്ചറിഞ്ഞപ്പോ ആ ഭർത്താവ് ഒരിക്കലും മരിക്കത്തില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു. ആ സ്ത്രീ തകർന്നു പോയി. അപ്പൊ ചോദിച്ചു, പിന്നെ എങ്ങനെയാ എനിക്ക് താങ്കളെ വിവാഹം കഴിക്കാൻ പറ്റുന്നത്? പിന്നെ എന്ത് വഴിയാണുള്ളത് എനിക്ക് താങ്കളെ വിവാഹം കഴിക്കാൻ? പ്രിയമുള്ളവരെ, ഒരു വഴിയുണ്ടായിരുന്നു. ഈ ഒരു കേസിൽ ആ രണ്ടാമത്തെ വ്യക്തിയെ വിവാഹം കഴിക്കാൻ, പ്രിയമുള്ളവരെ, ആ രണ്ടാമത്തെ വ്യക്തി മറ്റാരുമല്ല, യേശുവാണ്. ഒന്നാമത്തത് ന്യായപ്രമാണവും രണ്ടാമത് വന്നത് പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവാണ്. ആ പ്രമാണത്തിലേക്കാണ് ഈ സ്ത്രീക്ക് കയറേണ്ടത്. ആ സ്ത്രീ ഞാനും നിങ്ങളുമാണ്. അപ്പോ ഓൾറെഡി ഒരു പ്രമാണത്തിലാണ് നമ്മൾ ജനിച്ചത്, വളർന്നത്. ആ പ്രമാണം നമ്മുടെ ഭർത്താവായിരിക്കെ നമ്മൾ വേറൊരു പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് പേർ വരും. എന്നാൽ ആ ഭർത്താവ് മരിച്ചുവെങ്കിലോ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് പേർ വരത്തില്ല, സ്വതന്ത്രയാകും. പക്ഷെ ഇവിടുത്തെ വിഷയം, എന്റെ ഭർത്താവ് ഒട്ട് മരിക്കത്തില്ല, അതെന്നേക്കും സ്ഥിരമാ. ഈ മനസ്സാക്ഷിയുടെ പ്രമാണവും ഈ ന്യായപ്രമാണവും സ്ഥിരമായിരിക്കുമ്പോഴാണ് പുതിയ നിയമത്തിന്റെ പ്രമാണമായി വക്താവായി യേശുവിനെ കാണുന്നത്. ആ യേശുവിന് ഒത്തിരി ഫ്ലെക്സിബിലിറ്റി കണ്ടു, അവിടെ സഹായകനെ കണ്ടു. ഹല്ലേലൂയ. അവിടെ എന്നെ സഹായിപ്പാൻ എത്തുന്ന, താങ്ങുന്ന, എന്റെ കുറവിനെ നീക്കാൻ വരുന്ന യേശുവിനെ കണ്ടപ്പോൾ അങ്ങോട്ടേക്ക് എനിക്ക് കയറണം. അന്നേരമാ ചോദിക്കുന്നത്, എന്താണ് ഒരു വഴി? ഒരു വഴി പറഞ്ഞതാ. അവിടെ കർത്താവ് ഒരു വഴി പറഞ്ഞു. വിവാഹം ഉഭയസമ്മതപ്രകാരമുള്ളതാണ് എന്ന് പറഞ്ഞാൽ രണ്ടു പേർ തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു കരാറാണ്. രണ്ടു പേർ തമ്മിൽ ഉണ്ടാക്കുന്നത്. നമ്മൾ വിവാഹ സമയത്ത് പറയത്തില്ലേ, മരണം വരെ, മരണത്താൽ വേർപെടുന്നിടം വരെ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു ഈ വിവാഹ ബന്ധത്തിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ, മരണം വരെ. ഇവിടെ ഭർത്താവിനല്ലേ മരിപ്പാൻ കഴിയാത്തത്, ഭർത്താവിനല്ലേ മരിപ്പാൻ പറ്റത്തില്ലാത്തതുള്ളൂ. ഭാര്യയ്ക്ക് മരിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. മനസ്സാക്ഷിയുടെ പ്രമാണവും ന്യായപ്രമാണവും അത് സ്ഥിരമാണ്, അതിന് മരണമില്ല. പക്ഷേ ഈ രണ്ടാമത്തെ വ്യക്തിയായ യേശുവിനെ വിവാഹം കഴിപ്പാൻ, അല്ലെങ്കിൽ ആ പുതിയ പ്രമാണത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവ് പറഞ്ഞു, ഒരൊറ്റ വഴിയുണ്ട്. രണ്ടുപേരിൽ ഒരാൾ മരിച്ചാൽ മതി. ഭർത്താവിന് മരിക്കാൻ പറ്റത്തില്ല എങ്കിൽ ഭാര്യയ്ക്ക് മരിക്കാം.
നീ മരിച്ചിട്ട് വീണ്ടും ജനിച്ചാൽ മതി. പ്രിയമുള്ളവരെ, ഇതാണ് സ്നാനം. എന്തിനാ നമ്മൾ സ്നാനപ്പെടുന്നത്? നമ്മൾ പറയുന്നു യേശുവിനോട് ചേരുവാൻ, നല്ല മനസാക്ഷിക്ക് വേണ്ടി, ക്രിസ്തുവിനെ ധരിപ്പാൻ. എന്തിനാണ് നല്ല മനസാക്ഷി കിട്ടേണ്ടത്? എന്തിനാണ് യേശുവിനോട് ചേരേണ്ടത്? പ്രിയമുള്ളവരെ, എന്നെ പിടിച്ചടക്കിയ ഒരു പ്രമാണമുണ്ടായിരുന്നു. അതിന് ഞാൻ ബദ്ധനായിരുന്നു. അതെനിക്ക് സ്വാതന്ത്ര്യം തന്നില്ല. അതെന്നെ പാപത്തിലേക്ക് വലിച്ചടിപ്പിച്ചപ്പോൾ, ഹല്ലേലൂയ, ആ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം തരുവാൻ ഒരുവൻ വന്നു. അവൻ ന്യായപ്രമാണത്തിൽ കീഴിൽ ജനിച്ചവനായി. ന്യായപ്രമാണത്തിന് കീഴിലാണ് യേശുവിൻ ജനിച്ചു വളർന്നത്. എന്നാൽ കാൽവരി ക്രൂശിൽ തന്റെ ജീവനെ കൊടുത്തുകൊണ്ട് അവൻ എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് നമുക്ക് വേണ്ടി സാധിപ്പിച്ചപ്പോൾ, അവൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തിനേറ്റത് പുനരുത്ഥാനത്തിന്റെ വക്താവായിട്ടാണ്. അതുകൊണ്ട് ആരെങ്കിലും യേശുവിനോട് ചേരണമെങ്കിൽ, യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തിനേറ്റതുപോലെ നമ്മളും നമ്മുടെ പഴയ പ്രമാണത്തോട്, പഴയ ഭർത്താവിനോട് വേർപെടേണ്ടതിന് നമ്മളും യേശുവിനോട് ചേരുവാൻ യേശുവിന്റെ കൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തിനേൽക്കുന്നു. ഇതാണ് സ്നാനം. എന്തിനാ സ്നാനപ്പെട്ടത്? പുതിയൊരു ഭർത്താവിനെ കിട്ടാൻ. സ്നാനപ്പെട്ടില്ലെങ്കിൽ എന്താ കുഴപ്പം? നിങ്ങളെ വ്യഭിചാരിണി എന്ന് പേർ വരും. ഒന്ന് യേശു, ഒരു സൈഡിൽ ന്യായപ്രമാണം, ഇങ്ങനെ രണ്ട് പ്രമാണങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? ഭരിക്കുക. അവിടെയാണ് പ്രിയമുള്ളവരെ, ആത്മീയ ഗുണത്തിലൊരു നല്ല പങ്കും രണ്ട് ഭർത്താക്കന്മാരാൽ നയിക്കപ്പെടുന്നവരാ. ഒരു ഭർത്താവല്ല, ഒരു ഭർത്താവേ പാടുള്ളൂ. നമ്മൾ ജനിച്ച അന്ന് തൊട്ട് ഇന്ന് വരെ നടത്തിയ ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു. എന്നാൽ യേശുവിനോട് ചേരണമെങ്കിൽ അവിടെ ഒരു വ്യവസ്ഥ വെച്ചു. അവനോടുകൂടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തിനേൽക്കണം. അതുകൊണ്ടാണ് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. സ്നാനം വളരെ ഇമ്പോർട്ടൻ്റാണ്. അതൊരു സഭയോട് ചേരുവാനല്ല, പെന്തക്കോസിനോട് ചേരുവാനല്ല. പ്രിയമുള്ളവരെ, ഇതൊന്നും അറിയാതെയാണ് നമ്മുടെ കത്തോലിക്ക സഭകളിലൊക്കെ കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തുന്നത്. എന്താ? അതൊരു ചടങ്ങായിട്ടാണ് അവർ ചിന്തിക്കുന്നത്. അതിൻ്റെ ആഴം അവർക്ക് വെളിപ്പെട്ടിട്ടില്ല. എന്തിനാണ് സ്നാനപ്പെടുന്നത്? സ്നാനപ്പെട്ടില്ലെങ്കിൽ എന്താണ് കുഴപ്പം? പ്രിയമുള്ളവരെ, എല്ലാവരും ഇത് തിരിച്ചറിയണം. സ്നാനം ഒരു പുതിയ പേര് കിട്ടുവാനോ ഒരു സഭയോട് ചേരുവാനോ ഒന്നുമല്ല, യേശുവിനോട് ചേരുവാനാണ്. അതിൻ്റെ ആഴം ഇതാണ്. ഞാനിപ്പോൾ പറഞ്ഞ ഈ അർത്ഥമുണ്ടല്ലോ, അതായത് ഭർത്താവ് മരിക്കത്തില്ലാത്തത് കൊണ്ട് ഭാര്യ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തിനേൽക്കണം. അങ്ങനെ ഉയർത്തിനേറ്റ ആ പുതിയ സൃഷ്ടിയുടെ മേൽ പഴയ ഭർത്താവിന് അധികാരമില്ല. ഇതാണ് താഴോട്ട് വായിക്കുന്നത്. ഇനി നിങ്ങൾ വായിച്ചാൽ വളരെ വ്യക്തമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിച്ചാട്ടെ. അതിപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. റോമാലേഖനം 7:4 അവിടെയാണ് ഈ വാക്യം കിടക്കുന്നത്. ആമേൻ. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്പാൻ മരിച്ചിട്ട് ഉയർത്തിനേറ്റവനായ വേറൊരുവനാകേണ്ടതിന്. ശ്രദ്ധിക്കണമേ, ആ വാക്കുകളൊക്കെ ശ്രദ്ധിച്ചേ. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്പാൻ മരിച്ചിട്ട് ഉയർത്തിനേറ്റവനായ വേറെ ഒരുവന് ആകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീര മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. ന്യായപ്രമാണം ഭർത്താവായിട്ടായിരിക്കുന്നത്. ആ ഭർത്താവിനോട് ഞാൻ മരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അവിടെ എടുത്തു പറഞ്ഞ, അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന്റെ ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തിനിട്ടവനായ വേറെ ഒരുവന്. ഓൾറെഡി ഒരു ഭർത്താവ് ഇരിക്കെ ഇവിടെ പറയുന്നു, ആ ഭർത്താവല്ല വേറെ ഒരുവൻ ആകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീര മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. ആ മരിച്ച എന്റെ മേൽ പഴയ ഭർത്താവിന് അധികാരമില്ല. ന്യായപ്രമാണം ഇപ്പോഴുമുണ്ട്, അത് സ്വർഗത്തിലും ഭൂമിയിലും സ്ഥിരമാ. പക്ഷേ ഞാൻ മരിച്ചിട്ട് ഉയർത്തിനേറ്റ് കഴിഞ്ഞപ്പോൾ പഴയ ഭർത്താവിന്, പഴയ പ്രമാണത്തിന് എന്റെ മേൽ അധികാരമില്ല. ഈ തിരിച്ചറിവ് നിങ്ങളുടെ അകത്തുണ്ടാകട്ടെ. അത് താഴോട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ പറ്റും. നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നു. ഇപ്പോഴോ
നമ്മെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്ക കൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ നാം സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. നാം ന്യായപ്രമാണത്തിന്റെ കീഴിൽ അല്ല. ന്യായപ്രമാണത്തിന്റെ കീഴിൽ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചു. ആമേൻ. ഒത്തിരി വാക്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൊരിന്ത്യർ ലേഖനത്തിലെല്ലാം ഉണ്ട്, ഗലാത്യ ലേഖനത്തിലും എല്ലാം കിടപ്പുണ്ട്. ദൈവം സമയം തരുന്നെങ്കിൽ, അനുവദിക്കുന്നെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്കെല്ലാം പോകും. പ്രിയമുള്ളവർ, ഈ വാക്യം വളരെ ആഴത്തിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. നിങ്ങൾ ആരും ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല. ന്യായപ്രമാണം ഇപ്പോഴുമുണ്ട്, മനസ്സാക്ഷിയുടെ പ്രമാണവും ഇപ്പോഴുമുണ്ട്. എന്നാൽ വാസ്തവത്തിൽ ക്രിസ്തുവിൽ വെളിപ്പെട്ട ആത്മാവിന്റെ പ്രമാണത്തിന്റെ കീഴിലാണ് ദൈവസഭ. ആ ആത്മാവിന്റെ പ്രമാണം എന്താണെന്ന് ദൈവം അനുവദിക്കുന്നെങ്കിൽ മറ്റൊരു സമയത്ത് ക്ലാസ് ആയിട്ട് വരുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇപ്പോൾ അതൊന്നും പറയാനുള്ള സമയമല്ല. നമ്മുടെ വിഷയം നീതി എന്നൊരു വിഷയമാണ്. ആ നീതി എന്ന വിഷയത്തിനകത്താണ് ഞാൻ ഈ വിഷയങ്ങളും ഒന്ന് പറയേണ്ടി വന്നത്. പ്രത്യേകിച്ച് ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു എന്ന് വചനം പറയുമ്പോൾ, വചനം പറയുന്നു നമ്മൾ ന്യായപ്രമാണത്തിന്റെ കീഴിൽ അല്ലാത്തത് കൊണ്ട് ഈ പറഞ്ഞ റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 10 തൊട്ടുള്ള വാക്യങ്ങൾ നമുക്ക് വേണ്ടി അല്ല എന്ന് തന്നെ വേണം ചിന്തിപ്പാൻ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളുടെ അകത്ത് കൺഫ്യൂഷനുകളെല്ലാം വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ദയവ് ചെയ്ത് ഈ 3 ദിവസത്തെ ക്ലാസ് കേട്ടതിന് ശേഷം മാത്രമേ ചോദ്യങ്ങൾ ചോദിക്കാവുള്ളൂ. കാരണം ഇതിന്റെ ഓരോരോ ഡൗട്ടുകളും തുറന്നുള്ള സെക്ഷനുകളിൽ ക്ലിയറായി പോകും. കാരണം ഒത്തിരി മേഖലകളിലേക്ക് ഈ ചോദ്യം എത്തുന്നതാണ്. കാരണം നമ്മുടെ നിത്യജീവന് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം പഠിക്കേണ്ടത് ആവശ്യമാണ്. ഒന്നുകൂടെ വായിക്കുന്നു, 19-ാം വാക്യം, 3-ാം അധ്യായം റോമർക്ക് എഴുതിയ ലേഖനം 3:19 തൊട്ട്. ന്യായപ്രമാണം പറയുന്നത് എല്ലാം ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു. അങ്ങനെ ഏതുമായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധി ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. പ്രിയമുള്ളവരെ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എല്ലാവരും തെറ്റിപ്പോയത് ഓരോരോ പ്രമാണത്തിലുണ്ടെങ്കിലും മെയിനായിട്ട് എല്ലാവരും തെറ്റിപ്പോയത് മോഹം എന്ന വിഷയത്തിനകത്താണ്. അതല്ലാതെ പല പ്രമാണങ്ങൾ തെറ്റിപ്പോയ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് യാക്കോബിന്റെ ലേഖനം, ഒരു മനുഷ്യൻ മുഴുവൻ ന്യായപ്രമാണം അനുസരിച്ചാലും ഏതെങ്കിലും ഒന്ന് തെറ്റിയാൽ 100 കൽപ്പനയുണ്ട് എന്ന് വിചാരിക്കുക, 99 കൽപ്പന അനുസരിച്ചു, ഒന്ന് മാത്രം തെറ്റിയാലും വചനം പറയുന്നു ആ ഒന്ന് തെറ്റിയത് കൊണ്ട് അവൻ മുഴുവൻ കൽപ്പനകൾക്കും ലംഘിയായി തീരും. അങ്ങനെ വന്നപ്പോൾ ന്യായപ്രമാണത്തിനകത്ത് ഒരുവന് പോലും നീതിമാനാകുവാൻ പറ്റിയില്ല. ന്യായപ്രമാണത്തിനകത്ത് നീതിമാനായി തീരുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത് നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല. എന്നാൽ നമ്മൾ ഇപ്പോൾ കേട്ടത് നമ്മൾ ന്യായപ്രമാണത്തിനകത്തല്ലാത്തത് കൊണ്ട് ഈ പറയപ്പെട്ട കാര്യം നമുക്കുള്ളതല്ല. പിന്നെ നമുക്ക് എന്താണ് പറയുന്നത്? അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. അടുത്തൊരു വാക്യം, ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ഒന്നുകൂടി എടുത്ത് വായിക്കുന്നു, ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ഇവിടം കൊണ്ട് ഇത് നിർത്തുക. ഞാനൊന്നും പറഞ്ഞിട്ടില്ല നീതിയെക്കുറിച്ച്, ഒരു വാക്യം മാത്രം വായിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോഴോ എന്നൊരു വാക്യം. ന്യായപ്രമാണം എന്ത് പറയുന്നു? നീതിമാൻ ആരുമില്ല. എന്നാൽ ഇപ്പോഴോ ക്രിസ്തുവിന്റെ പ്രമാണം എന്ത് പറയുന്നു? വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസം മുഖാന്തരം ദൈവത്തിന്റെ നീതി ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ആ നീതിയെക്കുറിച്ച് അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും. ഒത്തിരി കാര്യങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് പറയുവാനുണ്ട്. അത് നിങ്ങളുടെ കൺഫ്യൂഷൻസ് ക്ലിയർ ചെയ്യും. ദൈവം അനുവദിക്കുന്നെങ്കിൽ ഈ 3 ദിവസം കൊണ്ട് ഈ നീതി എന്ന വിഷയം തീരുന്നില്ല എങ്കിൽ നമ്മൾ കുറച്ച് ദിവസം കൂടെ നമ്മൾ ചോദിച്ചിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഇത് റിപ്പീറ്റഡ് ആയി കേൾക്കുക, ദൈവവചനം വായിക്കുക. പ്രത്യേകിച്ച് റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം, 4-ാം അധ്യായം, 5-ാം അധ്യായം, 6-ാം അധ്യായം, 9-ാം അധ്യായം, 10-ാം അധ്യായം, ഇതെല്ലാം വായിച്ചാൽ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. നമ്മൾ അതിൽ കൂടി എല്ലാം കടന്നു പോകുന്നതാണ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. ഈ നീതി എന്ന ക്ലാസ് എല്ലാം
നിത്യതയുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് വളരെ ആഴത്തിൽ ഇത് തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് നമ്മൾ ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല, നമ്മൾ ക്രിസ്തുവിന്റെ പ്രമാണത്തിന്റെ കീഴിലാണ്. ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവരോട് പറഞ്ഞു അവിടെ നീതിമാൻ ആരുമില്ല. മനസാക്ഷിയുടെ പ്രമാണത്തിൽ നീതിമാന്മാർ ഉണ്ടായിരുന്നു. എന്നാൽ ന്യായപ്രമാണം എവിടെ പരാജയപ്പെട്ടു, അവിടെ ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതിനെ സാധിപ്പിക്കാൻ വേണ്ടിയാണ് യേശു കർത്താവ് വന്നത്. ആ യേശുവിൽ ഞാൻ പുതിയ സൃഷ്ടിയാകുമ്പോൾ ആ പുതിയ സൃഷ്ടിക്കുള്ള പ്രത്യേകതയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ കേട്ടുവന്നത്. അതിനകത്ത് കർത്താവിൽ കൂടെ വെളിപ്പെട്ട ദൈവത്തിന്റെ നീതിയെക്കുറിച്ചും അത് വിശ്വാസത്താലാണ് ലഭിക്കുന്നതിനെ കുറിച്ചും ഒക്കെ നമ്മൾ കണ്ടു. എന്നാൽ ഇനിയുള്ള വാക്യങ്ങളാണ് വളരെ ഇമ്പോർട്ടന്റ്. ഞാനൊരു ആമുഖം മാത്രമേ ഇന്ന് പറഞ്ഞിട്ടുള്ളൂ. ആകയാൽ വീണ്ടും കാണാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.